ആദ്യത്തെ സിനിമ 3 നാഷണൽ അവാർഡ് ഒരുമിച്ച് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള 2 ഫ്രേസസ് ആണ്. പക്ഷേ ബുദ്ധിമുട്ടുള്ളത് ഓക്കെ, ഇമ്പോസിബിൾ അല്ല എന്ന് പ്രൂവ് ചെയ്ത ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്, ആനന്ദ് ഏകർഷി. വെൽക്കം ടു റേഡിയോ മാംഗോ. താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു ഫോർ മേക്കിംഗ് അസ് റിയലി പ്രൗഡ്. താങ്ക് യു സോ മച്ച്. ഫീൽസ് ഗ്രേറ്റ്. ഇനി ഇപ്പോൾ ശരിക്കും എന്ത് ഫീൽ ചെയ്യുന്നു? ഇപ്പോൾ കുറച്ച് ദിവസമായി അവാർഡൊക്കെ അനൗൺസ് ചെയ്തിട്ട് ഫൈനലി ഞാൻ ശരിക്കും നാഷണൽ അവാർഡ് ഇത്രയെണ്ണം വാങ്ങിയ ആളാണെന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ ഫുള്ളായിട്ട് എടുത്ത ഉള്ളിലേക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? അവാർഡിന് ശേഷം ഇങ്ങനെ എപ്പോഴും ഫുൾ ഓട്ടമായിരുന്നു, ഈ പറയുന്ന ഇൻ്റർവ്യൂസ് അങ്ങനെയൊക്കെ ആയിട്ട് ഓട്ടമായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാനും ഞങ്ങളുടെ സിനിമയിൽ അഭിനയിച്ച 2 ഫ്രണ്ട്സും മാത്രമായിട്ട് വണ്ടിയിൽ ഇങ്ങനെ വരും. അപ്പോൾ വേറെ ആരും ഇല്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നത് സംഭവം ശരിക്കും അടിപൊളിയാണല്ലേ എന്ന് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിയലൈസ് ചെയ്യുന്ന ചില ഗ്യാപ്പുകളുണ്ടാവും. ഒരു പക്ഷേ ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 3 മിനിറ്റ് നമ്മൾ ആ ഉറക്കത്തിൻ്റെ ഇതിലായിരിക്കുമല്ലോ, അതിൽ നിന്ന് എഴുന്നേറ്റ് ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴാണ് ആലോചിക്കുന്നത്, 3 ദേശീയ അവാർഡുണ്ട്, ശരിക്കും ഇനി എങ്ങനെ കുളിക്കുക, എങ്ങനെ അവരൊക്കെ പല്ല് കേൾക്കുക എന്നൊക്കെ ആലോചന. ഒരു അവാർഡ് കിട്ടുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലോ, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് അഭിനയിക്കുന്ന സിനിമയാണെങ്കിൽ പോലും നാഷണൽ അവാർഡ് ഓസ്കാറൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ സ്വപ്നം കാണുന്നത്. അപ്പോൾ ആനന്ദ് ഏകർഷി സിനിമയിലേക്ക് വരുമ്പോൾ ശരിക്കും കണ്ട സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ആക്ച്വലി അങ്ങനെ, അതായത് ഒരു അവാർഡ് തരത്തിൽ അങ്ങനെ സ്വപ്നങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. എഴുതുന്ന സമയത്തോ ഷൂട്ട് ചെയ്യുന്ന സമയത്തോ കണ്ടിട്ടില്ല. ഈ സിനിമ കണ്ടവർക്കറിയാം, കുറച്ചൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഫിലിമാണല്ലോ. അപ്പോൾ അത് വളരെ എൻഗേജിങ് ആയിട്ടുള്ളൊരു ഫിലിം ചെയ്യുക, കാണുന്നവർക്ക് വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെ എന്താ പറയുക പവർഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കൊടുക്കുക. സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു 2 ദിവസമെങ്കിലും സിനിമ അവരുടെ ഉള്ളിൽ നിലനിൽക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത് പ്രേക്ഷകരെങ്ങനെ അതായത് എങ്ങനെ ഓടും, എങ്ങനെ അതിൻ്റെ കമേഴ്ഷ്യൽ സക്സസ്, അത് എങ്ങനെ ഒരു അവാർഡ്സ്, അതൊന്നും ആ സമയത്ത് ആലോചിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും തീർന്നു കഴിഞ്ഞപ്പോൾ, പടം തീർന്ന് അത് തിയേറ്ററിലേക്ക് ഇറക്കുന്നതിൻ്റെ ആ ഒരാഴ്ച സമയത്താണ് നമ്മൾക്ക് ഇതിൻ്റെ സ്വീകാര്യതയെക്കുറിച്ചുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടായി തുടങ്ങിയത്. അതുവരെ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഈ സിനിമയിലായിരുന്നു ഫോക്കസ്, ഇത് എങ്ങനെ നന്നായിട്ട് ചെയ്യാം എന്നുള്ളത് മാത്രമായിരുന്നു. സ്വീകാര്യത എന്ന് പറയുമ്പോഴേക്കും 3 നാഷണൽ അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഹൗ ഹിസ് ലൈഫ് ചേഞ്ച്ഡ്? ലൈഫ് ചേഞ്ച്ഡ് ആസ് ഇൻ ലൈക്ക് ദർ ഇസ് എ ലോട്ട് ഓഫ് ലവ്. ഒന്ന് നമ്മൾ എനിക്കിതിലുള്ള സന്തോഷത്തെക്കാൾ കൂടുതൽ സന്തോഷം എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞങ്ങളുടെ ടീമിനെ ഇഷ്ടപ്പെടുന്നവർക്കും സാധാരണ ആളുകൾക്കും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ ആട്ടം ഇങ്ങനെ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ഒരു പക്ഷേ ഒരു ചെറിയ സിനിമ ആയതുകൊണ്ടും കണ്ട് ഇഷ്ടപ്പെട്ടവർക്കും അവരുടെ ഒരു വിജയമായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇന്ന് കുറച്ച് മുമ്പേ ജിസ് ജോയ് എന്ന് പറഞ്ഞൊരു സംവിധായകനുണ്ടല്ലോ, അപ്പം തലവൻ്റെ ഒക്കെ, അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു പ്രസംഗത്തിൽ, ആട്ടം സത്യസന്ധമായിട്ടും എൻ്റെ ഒരു സിനിമയ്ക്ക് കിട്ടിയ ഒരു അവാർഡ് പോലെയാണ് ഈ നാഷണൽ അവാർഡിനെ ഞാൻ കാണുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം വേറൊരു ഫിലിം മേക്കർ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സം സോർട്ട് ഓഫ് ലവ് അത് വരുന്നുണ്ട്. അത് ഭയങ്കര ഒരു ഈർപ്പമുള്ളതും ഇറ്റ്സ് വെരി വാം. അതൊരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആണ്. അല്ലാതെ വേറെ അങ്ങനെ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ കുറച്ച് ഇങ്ങനെ ഈ ഇന്റർവ്യൂ ഒക്കെയുള്ള അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ഓട്ടം, ഇടയ്ക്കിടയ്ക്കുള്ള ഒരു റിയലൈസേഷൻ ഞാൻ ശരിക്കും അവാർഡ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ജിസ് ജോയുടെ കോംപ്ലിമെന്റ് പറഞ്ഞ പോലെ തന്നെ ഇസ് ദർ എ കോംപ്ലിമെന്റ് ദാറ്റ് യു ഫെൽറ്റ് റിയലി വാം, ലൈക്ക് ഭയങ്കരമായിട്ട് ഓർത്തിരിക്കുന്ന ഒരു കോംപ്ലിമെന്റ് ഉണ്ടായോ? തീർച്ചയായിട്ടും. ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞ ഒരു 10 മിനിറ്റിനകത്ത് സത്യനന്ദിക്കാട് സാർ വിളിച്ചിരുന്നു. സത്യനന്ദിക്കാട് സാർ ഇതിനു മുമ്പ് വിളിച്ചിരുന്നു, പടം കണ്ടു കഴിഞ്ഞിട്ടും വിളിച്ചിരുന്നു. എന്നോട് പറഞ്ഞു, ആനന്ദേ, അതിയായ സന്തോഷം, ഒരു കറകളഞ്ഞ സിനിമയാണ് ആട്ടം, അതുകൊണ്ട് തന്നെ എൻ്റെ സന്തോഷവും അത്രയും കറകളഞ്ഞ സന്തോഷം എനിക്ക് തോന്നുന്നു എന്ന് ആരാ പറയുന്നത്? സത്യനന്ദിക്കാട് സാറാ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമാണ്. നമുക്ക് വാക്കുകളില്ലല്ലോ നന്ദി പറയുക എന്നുള്ളതല്ലാതെ. പിന്നെ പിണറായി വിജയൻ സാർ വിളിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഒരു നല്ല ചില മുഹൂർത്തങ്ങൾ ഓഫ് കോഴ്സ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സിനിമ അവാർഡ്സിന് മുമ്പ് തന്നെ, സിനിമ റിലീസായി കണ്ട ശേഷം തന്നെ മമ്മൂക്ക നിങ്ങളെല്ലാവരും വിളിച്ചിരുന്നു, ഒരു വിരുന്ന് തന്നൊക്കെ ഞാൻ കണ്ടിരുന്നു. ഹൗ വാസ് ഇറ്റ്? അതൊരു ഭയങ്കര ജസ്റ്ററാണ്. കാരണം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഷാജോൻ ചേട്ടനും മമ്മൂക്കയായിട്ട് നല്ല പരിചയമുണ്ട്. അങ്ങനെ ഞങ്ങൾ മമ്മൂക്കയുടെ അടുത്ത് ചെല്ലുന്നു, ഇങ്ങനെ ഈ സിനിമ ഒന്ന് കാണണം എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ സിനിമയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കാരണം ഫെസ്റ്റിവൽസിനൊക്കെ അത്യാവശ്യം പേരും അവാർഡ്സൊക്കെ വന്നുകൊണ്ട് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഷൂട്ടിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ പടം അയച്ചു കൊടുക്കാൻ പറഞ്ഞു. സിനിമ അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് ദുബായിൽ ഒരു പ്രസ് മീറ്റ് ഉണ്ടായി. ഞങ്ങൾ ദുബായിൽ എത്തുമ്പോഴത്തേക്കും അദ്ദേഹം സിനിമ കണ്ടു. എത്രയോ മറ്റാളുകൾക്ക്, ചെറുതും വലുതുമായിട്ടുള്ള എത്രയോ ആക്ടേഴ്സിന് ഞങ്ങൾ സിനിമ അയച്ചു കൊടുത്തിട്ട് മാസങ്ങളോട് ഇപ്പോഴും കാണാത്തവരുണ്ട്, ഒന്ന് കാണാനായിട്ട് ആഗ്രഹിച്ചിട്ട്. ഏറ്റവും തിരക്കുള്ള ആളാണ് മമ്മൂക്ക. അദ്ദേഹം പിറ്റേ ദിവസം തന്നെ കണ്ടു എന്നുള്ളതും ഷാജോൻ ചേട്ടനെ വിളിച്ചു, ഭയങ്കര അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഷാജോൻ ചേട്ടൻ പറഞ്ഞു, ഞങ്ങൾ വന്നിട്ട് ഈ ആക്ടേഴ്സിനൊക്കെ ഒരു വലിയ ഒരു പ്രചോദനമാവും, മമ്മൂക്കേനൊന്ന് വന്ന് കാണാൻ പറ്റും, എന്നാൽ പിന്നെന്താ പോരെ, വീട്ടിലേക്ക് പോരെ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള ആക്ടേഴ്സിന്
അതൊരു ഭയങ്കര മോട്ടിവേഷൻ അല്ലേ. അദ്ദേഹം അവരോട് ഒരു വർത്തമാനം പറയുക, അദ്ദേഹം അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഹ്യൂജ് മൊമെൻ്റ് ആയിരുന്നു. പിന്നെ സിനിമയ്ക്കും അതൊരു നല്ലൊരു മൊമെൻറ്റം തന്നു. അങ്ങനൊരു ഒരു വാർത്ത, അങ്ങനൊരു കാഴ്ച ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അവാർഡ് വിന്നിങ്ങിന് ശേഷം അദ്ദേഹം വിളിച്ചിരുന്നോ? ഇല്ല, അദ്ദേഹം വിളിച്ചില്ല. ഓഫ്കോഴ്സ്. പക്ഷേ വിനയനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് പുറകിലേക്ക് പോവുകയാണെങ്കിൽ, ഈ പറഞ്ഞ നമ്മളിപ്പോൾ കാണുന്ന ആനന്ദ് ഏകർഷി ഡയറക്ടർ ആണെങ്കിൽ കുറെ കൂടി ഡ്രാമ ബാക്ക്ഗ്രൗണ്ട് എന്ന് വരുമ്പോൾ ആനന്ദിനെ ശരിക്കും എല്ലാവരും അറിയുന്നത് ഒരു നടനായിട്ടായിരുന്നു. ബെസ്റ്റ് ആക്ടറൊക്കെ കിട്ടിയിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റി എന്നൊക്കെ ഞാൻ കേൾക്കുന്നു. യൂണിവേഴ്സിറ്റി അല്ല, യൂത്ത് ഫെസ്റ്റിവൽ ഒരു +1 വരെയൊക്കെ വളരെ സീരിയസ് ആയിട്ട് നാടകങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു 4 പ്രാവശ്യം ബെസ്റ്റ് ആക്ടർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ ആട്ടത്തിൽ ഇത്രയധികം ക്യാരക്ടേഴ്സിൽ ഒരാളായിട്ട് ഞാൻ തന്നെ ആടാന്ന് എന്തേ വിചാരിച്ചില്ല. ഇപ്പൊ ആലോചിക്കുമ്പോൾ തോന്നുന്നു. പക്ഷെ ഒരിക്കലും നമ്മുടെ ഫസ്റ്റ് ഫിലിം ഡയറക്ട് ചെയ്യാൻ നേരത്ത് എനിക്കത് കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാസ്ക് ആയിട്ട് തോന്നിയിരിക്കുന്നത്. കാരണം ഡയറക്ഷനും അത്രയും ഒരു ഫോക്കസ് വേണ്ട ഒരു കാര്യമാണ്. അപ്പം നമുക്ക് അതിനകത്ത് പോയി അഭിനയിക്കുക പാടാണ്. ഞാനിപ്പോ ശ്രമിക്കുന്നുണ്ട്. പല ഡയറക്ടേഴ്സിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ചാൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. നടക്കട്ടെ. ഇനി കുറച്ചും കൂടി പുറകോട്ട് വേണമെങ്കിൽ ആനന്ദ് ഏകർഷി എന്നുള്ള പേരും ശരിക്കും അതിനു മുമ്പ് വേറെ ആയിരുന്നു. സെബാസ്റ്റ്യൻ എന്നാണോ ശരിക്കും പേര്? പുറത്തു വന്നു അല്ലേ? എല്ലാം പുറത്തായി. സെബാസ്റ്റ്യൻ കെ എബ്രഹാം എന്നായിരുന്നു ആദ്യം പേര്. അപ്പം അതായിരുന്നു ഒഫീഷ്യൽ പേര്. 2013 ഞാൻ ആനന്ദ് ഏകർഷി എന്ന് ഒഫീഷ്യലി പേര് ഒഫീഷ്യലി ഗസറ്റ് കൊടുത്ത് മാറ്റിയതാണ്. അപ്പൊ കാരണം ആനന്ദ് എന്ന് വീട്ടുകാർ തന്നെ ഇട്ട പേരാണ്. വീട്ടിൽ എന്നെ വിളിക്കുന്ന ആനന്ദാണ്. അച്ഛനും അമ്മയും വിളിക്കുന്ന പേര് ആനന്ദ് എന്നാണ്. അവരെന്നെ ഇതുവരെ സെബാസ്റ്റ്യൻ ഒന്നും ജീവിതത്തിൽ വിളിച്ചിട്ടില്ല. അപ്പോൾ ആനന്ദ് എന്നുള്ള പേരാണല്ലോ ഒരു നല്ല പേര്. ഞാനുമായിട്ട് റെസൊണേറ്റ് ചെയ്യുന്ന പേര് ആനന്ദ് എന്നുള്ള പേരാണെന്ന് എനിക്ക് തോന്നി. അത് ഒഫീഷ്യൽ ആക്കണം എന്ന് തോന്നി. പിന്നെ അതിനൊരു വാല് വേണം. അങ്ങനെയാണ് ഏകർഷി എന്ന് പറയുന്നൊരു വാക്ക് കുറേ നാളുകൾക്ക് ശേഷം എന്താണ് അതിന്റെ അർത്ഥം അല്ലെ? എല്ലാവരുടെയും ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടറാണ്. ഏകർഷി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൂര്യനെ പോലെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം അത് ഞാൻ ഭയങ്കരമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അത് സ്വീകരിച്ചത്. പക്ഷേ ഈ കോൺവെർസേഷൻ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ആനന്ദ് ഏകർഷി എന്ന് പറയുമ്പോഴേക്കും മലയാളി അല്ലാന്ന് ആൾക്കാർ വിചാരിക്കാനുള്ള ചാൻസ് പ്രത്യേകിച്ച് കൂടുതലാണ്. ഈ ഫെസ്റ്റിവൽസിനൊക്കെ പോകുമ്പോൾ ആളുകൾ വേറെ ലാംഗ്വേജിലൊക്കെ സംസാരിക്കും. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ തോന്നലുണ്ട്. ഈവൻ കേരളത്തിൽ പോലും കുറെ ആൾക്കാർക്ക്, ഞാൻ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നും അങ്ങനെ വർക്ക് ചെയ്യാത്തതുകൊണ്ട് പല ആൾക്കാർക്കും തന്നെ ഏതോ പുറത്തുനിന്ന് വന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഹാഫ് മലയാളി അങ്ങനെയാന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. യെസ്. ആനന്ദ് സ്കൂളിലായിരുന്ന സമയത്ത് ഒരു സ്വിമ്മിംഗ് പൂള് ഇനോഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പേ സ്വിമ്മിംഗ് പൂളിൽ ചാടിയ ഒരു കഥയൊക്കെ ഞാൻ കേട്ടു. അതൊക്കെ ഉള്ളതാണോ? അതുള്ള കഥയാണ്. എന്നിട്ട് പിടിച്ചായിരുന്നോ? ഇല്ല, പിടിച്ചില്ല. അതിന്റെ കഥയാണോ? അതിന്റെ കഥ ഞങ്ങൾ അവിടെ ഈ കഥയോടുകൂടി അത് സ്കൂള് അറിയാണ്. എന്തായാലും സാരമില്ല. അത് ഞങ്ങൾ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുമായിരുന്നു. ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ. അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂള് ഇനോഗ്രേഷൻ നടക്കുകയാണ്. അതിൻ്റെ പിറ്റേ ദിവസം നടക്കുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഈ സെക്യൂരിറ്റി അടുത്ത് ഈ സ്വിമ്മിംഗ് പൂൾ ഒന്ന് കാണാൻ, വലിയ സ്വിമ്മിംഗ് പൂളാണ്, കാണാനായിട്ടൊരു ആഗ്രഹം പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ കുറേ ശ്രമിച്ചിട്ട് ഒരു രീതിയിലും അടുപ്പിക്കുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു 3-4 പേര് രാത്രിയിൽ സ്കൂളിൽ കയറി ഈ മതിലൊക്കെ ചാടി. ഇതിൻ്റെ മുകളിലൊരു വെന്റിലേഷൻ്റെ ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെ അതിനകത്തൂടെ കയറി ഞങ്ങളെല്ലാവരും കൂടെ പൂളിൽ ചാടി തലേ ദിവസം തന്നെ അത് ഇനോഗ്രേറ്റ് ചെയ്ത് ഞങ്ങളുടെ കുറച്ച് ഡ്രസ്സൊക്കെ അവിടെ ഇട്ട് തെളിവിന് വേണ്ടി. അങ്ങനെ ചെറിയ ഉടായ്പൊന്നല്ല. ഓക്കെ. ഈ പറയുന്ന പോലെ തന്നെ ഈ കുരുത്തക്കേടെല്ലാം നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ ഒരു ഗ്യാങ് വരുമ്പോഴേക്കുള്ള കുരുത്തക്കേടാണല്ലോ. ഈ ആട്ടത്തിലുള്ള ആൾക്കാരെല്ലാം ആനന്ദിന് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ്, നാടകത്തിൽ ഒരുമിച്ചുള്ള ആൾക്കാരാണ്. അപ്പോൾ സെറ്റിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ആകെ അലമ്പുകുലമ്പാണോ അതോ തിയേറ്ററിൻ്റെതായ ഒരു സ്ട്രിക്റ്റ് ആൻഡ് ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ? ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഓൺ സെറ്റ്. ഞാൻ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രൊഡ്യൂസർ ആയ നിമിഷം ഞാൻ ഇവരെല്ലാവരെയും വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ തമ്മിലുള്ളൊരു സൗഹൃദം ഉണ്ടാവില്ല. നിങ്ങൾക്ക് സൗഹൃദമാവാം, ഞാൻ നിങ്ങളുടെ ഒരു ഭാഗമല്ല. കാരണം അങ്ങനെ മാറി നിന്നില്ലെങ്കിൽ, ബിക്കോസ് സിനിമയിൽ ടൈം ഇസ് മണി. അപ്പം ഒരു തരത്തിൽ അതൊരു സൗഹൃദത്തിൽ നിന്നാണ് സിനിമ തുടങ്ങിയത്. ഞാൻ പറഞ്ഞു, ഇനി സൗഹൃദമില്ല. ഇനി ഞാൻ കാസ്റ്റ് ചെയ്യുന്ന സിനിമയിൽ നിങ്ങൾ വളരെ വേണ്ടപ്പെട്ട ആക്ടേഴ്സാണ്. നിങ്ങൾക്ക് ഞാനൊരു സഹായം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്കും തോന്നണ്ട, ഞാനൊരു സുഹൃത്തായിട്ട് നിങ്ങൾക്കും തോന്നണ്ട. ആ ഒരു ഡിസ്റ്റൻസ്, നമ്മൾ ആ ഒരു റോൾ എടുത്ത് ആ ഒരു താൽക്കാലികമായ സമയത്തേക്ക് ഒരു ഹൈറാർക്കിയിൽ സ്ട്രക്ചർ കീപ്പ് ചെയ്താൽ മാത്രമേ സിനിമ ഡിസിപ്ലിനോടുകൂടി നടക്കുകയുള്ളൂ എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് സിനിമയിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അതിനകത്ത് വേറെ തമാശകളികളൊന്നും ഷൂട്ടിൻ്റെ സമയത്തില്ലായിരുന്നു, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സിനിമയായിരുന്നു. നമ്മൾ സാധാരണ പറയാ ഒരു നായകനെ മനസ്സിൽ കണ്ട് എഴുതിയ കഥ, നായികയെ മനസ്സിൽ കണ്ട് എഴുതിയ സിനിമ. ഇത് ഒരു 12 നായകന്മാരെ മനസ്സിൽ കണ്ടിട്ട് അവർക്ക് വേണ്ടി എഴുതുന്ന സ്റ്റോറിയാണ് ആട്ടം എന്ന് പറയുന്നത്. പക്ഷേ 12 പേരുടെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാവുന്നത് ലൈക്ക് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ഓഫ് സ്റ്റോറീസ് ഉണ്ട് അല്ലേ? നമുക്ക് ചുമ്മാ ഒരു ഗ്യാങ് ആയിട്ട് കറങ്ങാൻ പോകുന്ന രീതിയിൽ എന്ത് വേണമെങ്കിലും ആക്കാം അതിനെ.
പക്ഷെ വൈ ഡിഡ് യു ചൂസ് ദിസ് സബ്ജക്ട്? ഈ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഈ സബ്ജക്റ്റ് ഈ വിനയൻ്റെ അടുത്ത് ഏൽപ്പിച്ചൊരു കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് ടാസ്ക്കാണ്. ഒരു 11 ആണുങ്ങളാണ് ഗ്രൂപ്പ്, 12ാമത്തേത് ഷാജോൻ ചേട്ടനാണ്, പിന്നീട് വന്ന ആളാണ്. അപ്പോൾ ഈ 11 പേർക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതുക, നേരെ തിരിച്ചാണല്ലോ സാധാരണ സംഭവിക്കുന്നത്. ആദ്യം നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് പിന്നെ കാസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടി എഴുതുന്നത് ഇച്ചിരി എന്ത് കഥയാണ് ഇവരെ 11 പേർക്കും ഒരു ലീഡ് റോള് കൊടുക്കാൻ പറ്റുന്ന എന്ത് എന്നുള്ളൊരു ആലോചന. പക്ഷേ വളരെ പെട്ടെന്ന് സത്യത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷവറിൻ്റെ ഇടയിലുള്ള ഒരു 15 മിനിറ്റിലാണ് എൻറ്റയർ സ്റ്റോറി എനിക്ക് കിട്ടുന്നത്. അത് എന്തുകൊണ്ട് ഇങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. ഞാൻ ആകെ കൂടെ ആലോചിച്ചത് ഒരു ക്രൈം ഡ്രാമ ആയിരിക്കണം. അപ്പോൾ എനിക്ക് തോന്നിയതാണ് ഈ 11 പേര് ഒരു ഗ്രൂപ്പ്, ഒരു ഇൻഡിവിജ്വൽ, ഒരു ഗ്രൂപ്പ് വേഴ്സസ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു ഐഡിയനെ ഡെവലപ്പ് ചെയ്യാം. ആ ഇൻഡിവിജ്വൽ ഒരു പെണ്ണാവട്ടെ, പിന്നീട് അതിനേക്കാണ് 13ാമത് ഒരാണ് ഹരിയുടെ ക്യാരക്ടർ വരുന്നത്. ആ തുടക്കത്തിൽ അങ്ങനെ അല്ല ആലോചിക്കുന്നത്. പിന്നെ ഈ ക്രൈം എന്താണെന്ന് തീരുമാനിക്കുന്നത്, ക്രൈം ഒരു സെക്ഷൽ അസോൾട്ട് ആണെന്ന് തീരുമാനിച്ച് കഴിയുമ്പോൾ അഫ്കോഴ്സ് അതിനകത്തൊരു ജെൻഡർ ഡയമെൻഷൻ സ്വാഭാവികമായിട്ടും വരും. പിന്നെ അതിനെയും നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അങ്ങനെയാണ് സ്റ്റോറി ഡെവലപ്പ് ചെയ്തത്. ഈ പറയുന്ന 11 പേരൊഴികെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഷാജോന്റെ ക്യാരക്ടറും നമ്മുടെ നായികയുടെ ക്യാരക്ടറും ബാക്കി 12 പേർക്കും അവരവരുടെ റിയൽ നെയിംസ് തന്നെയാണ് ക്യാരക്ടർ നെയിംസ് ആയിട്ട് വന്നിട്ടുള്ളത്. ദാറ്റ് വാസ് എ കോൺഷ്യസ് ഡിസിഷൻ അല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും തമ്മിൽ ഒരു 20 വർഷമായിട്ട് അറിയാം. അപ്പം ഞാൻ ഡയറക്ടറാണ്, ബാക്കി അതിനകത്ത് അവർ അഭിനയിക്കുകയാണല്ലോ. അപ്പോൾ 20 വർഷമായിട്ട് അറിയാവുന്ന സുഹൃത്തുക്കൾ തമ്മിൽ വേറൊരു പേര് വിളിച്ച് അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സിനിമയിൽ അതിനകത്തൊരു എലമെന്റ് ഓഫ് ട്രൂത്ത് നഷ്ടപ്പെടും. അതിനകത്തൊരു ചെറിയൊരു കപടത ആ അഭിനയത്തിൽ വരും. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ ഇവരുടെ പേര് എന്താണെന്നുള്ളതൊന്നും ഈ സിനിമയിൽ ഒരു വിഷയമേ അല്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ അതേ പേരുകൾ നിലനിർത്താൻ തീരുമാനിച്ചു. പലവരുടെയും അതേ തൊഴിലുകൾ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. അപ്പം കൂടെ നമ്മൾ ഇവരിൽ ആരോപിച്ചിരിക്കുന്നത് ഈ ക്യാരക്ടറാണ്. ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ പേഴ്സണാലിറ്റി നമ്മൾ അവരിലേക്ക് ഇമ്പോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനൊരു കാര്യം ശരിക്കും അവരുടെ ഇടയിലാണ് ഇങ്ങനെ ഒരു ക്രൈം നടക്കുന്നതെങ്കിൽ അവരിങ്ങനെ ആയിരിക്കണമെന്നില്ല. അവർ വ്യക്തികൾ എന്ന നിലയിൽ റെസ്പോണ്ട് ചെയ്യുക. അത് നമ്മൾ എഴുതിയ ക്യാരക്ടറാണ്. പൊതുവേ നമ്മൾ കാണുന്ന ഒരു സിനിമ സ്റ്റൈൽ എന്ന് പറയുമ്പോഴേക്കും ഏറ്റവും മേജർ ആയിട്ടുള്ള ലീഡ് ഒരു 1-2 പേര്, അവർ സറൗണ്ട് ചെയ്ത് ബാക്കിയുള്ള ഒരു സ്റ്റോറി എന്നുള്ളതാണ്. ഇത് നമ്മുടെ ലീഡ് തന്നെ 10-13 പേരുണ്ട്. അപ്പൊ ഇവര് ഓരോരുത്തർക്കും പെർട്ടിക്കുലർ ആയിട്ടുള്ള അവരുടെ ക്യാരക്ടർ വേണം, ക്യാരക്ടറിസ്റ്റിക്സ് വേണം, അവരുടെ സംസാര രീതി വേണം, ജോലി വേണം, ഇവരെ ചിന്തിക്കുന്ന കാര്യങ്ങൾ, മുമ്പ് ചെയ്ത കാര്യങ്ങൾ. ഇതിപ്പോ പറയുമ്പോൾ തന്നെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ യു ഹാവ് ടു ഡു ദിസ് ഫോർ ദ ഹോൾ മൂവി. ഹൗ ടഫ് വാസ് ദാറ്റ്? ഇറ്റ് വാസ് ചലഞ്ചിങ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചലഞ്ചിങ് ആകുമ്പോഴും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗുമാണ്. അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഒരു ആക്ടറിന് എപ്പോഴും അയാളുടെ ഒരു ഹൈ കിട്ടുന്നത് അഭിനയിക്കാൻ നേരത്ത് അയാളല്ലാത്ത ഒരാളായി മാറാൻ അയാൾക്ക് സാധിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഈ ആക്ടിങ്ങിന് പോകുന്നത് തന്നെ ഡീപ് ഡൗൺ. അപ്പോൾ നമ്മളുടെ ആസ് റൈറ്റിങ്ങിലും അതേ കിക്കാണ് ഉണ്ടാവുന്നത്. നമ്മളല്ലാത്ത ഒരാളായി മാറുകയാണ്. അപ്പോൾ അങ്ങനെ ഒരേ സമയത്ത് ഒരു 5 മിനിറ്റിൻ്റെ 10 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ നമുക്കൊരു 10-13 പേരായിട്ട് മാറുകയാണ്. 10-13 പെർസ്പെക്റ്റീവ്സ് ആയിട്ട് മാറുകയാണ്. നമ്മൾ എഴുതാൻ നേരത്ത് അവരെ മാറിയെന്നല്ല എഴുതുന്നത്, അവരായിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അവരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും. അപ്പോൾ പക്ഷേ അതിൻ്റെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരെ ഓർക്കണമല്ലോ. 13 പേരെ ഓരോ സീനിലും എഴുതുമ്പോൾ ഞാനപ്പോൾ ഇവരുടെയൊക്കെ ഫോട്ടോസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഞാൻ എൻ്റെ വാളിൽ വെക്കും. എന്നാലല്ലേ എനിക്ക് ആരാ നേരത്തെ ഡയലോഗ് പറഞ്ഞു, സന്തോഷേട്ടൻ മിണ്ടാതിരുന്നിട്ട് എത്ര നേരം, അജിച്ചേട്ടൻ എപ്പോഴാണ് ഡയലോഗ് പറഞ്ഞു, ഇങ്ങനെ അവരെ ഓർക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഇവരുടെ സൈക്കി എഴുതിയ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ചില കണ്ടിന്യൂറ്റികൾ ഉണ്ടാവണമല്ലോ. ആദ്യം മുതൽ ഇവരുടെ ക്യാരക്ടറിന് ഒരു ആർക്ക് ഉണ്ടാവണം. ഇവർ ആദ്യം പെരുമാറുന്ന രീതിയും അല്ലെങ്കിൽ സംസാരിക്കുന്ന ഭാഷാ രീതിക്ക് ഒരാൾ ചിലപ്പം കുറച്ച് വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നതായിരിക്കും, ഒരാൾ ഉപയോഗിക്കുന്ന വാക്കുകളിനകത്ത് ഇപ്പോൾ ചീത്ത പറയുമായിരിക്കും, ഒരാളുടെ ഭാഷയ്ക്കകത്ത് ഒരു ഭയങ്കര പോളിഷ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിനൊരു കണ്ടിന്യൂറ്റി വേണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനായിട്ടൊരു റെഫറൽ ഒരു എന്താ പറയുന്നത് ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്തു. ക്രൈം ഒക്കെ പ്ലാൻ ചെയ്യുന്ന ഫോട്ടോ വെച്ച് പിന്നൊക്കെ കുത്തി വരയൊക്കെ. തീർച്ചയായിട്ടും യെസ്. ഓക്കെ. സാധാരണ നമ്മളൊരു മൾട്ടിപ്പിൾ എല്ലാ ക്രൈംസിലും നമുക്ക് മൾട്ടിപ്പിൾ സസ്പെക്ട്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇട്ട് തരുന്ന ഒരാളുണ്ടാവുമല്ലോ. തുടക്കം മുതൽ ഒരു കള്ളത്തരമൊക്കെ കാണിച്ച് ഇങ്ങനെ താഴോട്ടൊക്കെ നോക്കി നിൽക്കുന്ന ഒരാളുണ്ടാവും. പക്ഷെ ആട്ടത്തിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. നമുക്ക് ഓക്കെ ഇയാളുടെ മാനറിസംസ് ഇയാളായിരിക്കും കള്ളൻ എന്ന് വിചാരിക്കാൻ ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നില്ല. അവസാനം ആകുമ്പോഴേക്കും എല്ലാവർക്കും കള്ളത്തരമായി. പക്ഷെ എവിടെയും നമുക്കൊരു ഒബ്വിയസ് ചാൻസ് തരുന്നില്ല. വൈ വാസ് ദാറ്റ്? കാരണം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഓഡിയൻസിൻ്റെ എൻഗേജ്മെൻറ്റ്. ഓഡിയൻസ് ഇങ്ങനെ വളരെ ചാരി ഇരുന്ന് റിലാക്സ്ഡ് ആയിട്ട് കാണരുത് എന്നും വളരെ എൻഗേജ്ഡ് ആയിട്ട് അവർക്ക് കണക്ക് കൂട്ടാനും അവർക്ക് അതായത് ചില പകുതി ഇൻഫർമേഷൻ അവിടെ കിട്ടി, പകുതി ഇൻഫർമേഷൻ ഇവിടെ കിട്ടി. ഒരാളൊരു കാര്യം പറയുന്നു, പക്ഷെ ആ പറയുന്നതിനകത്തൊരു സത്യസന്ധത കുറവുള്ള പോലെ തോന്നുന്നു. ഇത്തരം കാര്യങ്ങൾ വെച്ച്
ഓഡിയൻസ് ഈ ഹൂ ഡൺ ഇറ്റ് എന്നൊരു സ്ട്രക്ചറിലാണ്, ഒരു കുറ്റവാളിയെ കണ്ടുപിടിക്കാനുള്ള ഒരു വ്യഗ്രതയുണ്ട് ഈ കഥയ്ക്കകത്ത്. അപ്പോൾ അതിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കണം. ആ എൻഗേജ്മെന്റ് ആണ് നമ്മുടെ സിനിമയ്ക്ക് കിട്ടുന്ന ഫോക്കസ്. അപ്പോൾ അത് റൈറ്റിങ്ങിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു. വളരെ സട്ടിലാക്കണമെന്നും വളരെ എത്രത്തോളം ചിലവർക്ക് ചിലപ്പോൾ ചിലത് കിട്ടിക്കൊള്ളണമെന്ന് പോലുമില്ല, ആദ്യത്തെ ഒരു വ്യൂവിങ്ങിൽ കിട്ടിക്കൊള്ളണമെന്ന് പോലുമില്ല. അപ്പോൾ അത് വളരെ കോൺഷ്യസ് ആയിട്ട് ചെയ്തൊരു കാര്യമാണ്. ഈ സട്ടിലായിട്ട് ചെയ്യുന്ന കാര്യം പറയുന്ന കാര്യം നമ്മുടെ ക്യാമറ ആംഗിൾസിന്റെ കാര്യത്തിലുമുണ്ട്. അതായത് ഈ ഇടിച്ചു കയറി വരുന്ന ക്യാമറ, താഴെ നിന്ന് വരുന്ന ക്യാമറ, മുകളിൽ നിന്ന് വരുന്ന ക്യാമറ, അങ്ങനെയൊന്നുമില്ല. ക്യാമറ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒട്ടും എവിഡന്റ് അല്ലാതെ പോകുന്നതാണ്. മോസ്റ്റ്ലി വൈഡ് ആംഗിൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ആക്ച്വലി ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. ഓർ ഡിഡ് ദാറ്റ് ഹെൽപ്പ്? അല്ല, നമ്മൾ ഒരു സിനിമ നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ആ ഒരു കഥ പറയാൻ തീരുമാനിക്കുന്നു. ആ കഥ ഏറ്റവും എഫക്റ്റീവായിട്ട് പറയാൻ ആയിട്ടുള്ള നമ്മളൊരു അതിനനുസരിച്ചുള്ള കാസ്റ്റിനെ തീരുമാനിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് അതിനനുസരിച്ചുള്ള ഫിലിം മേക്കിംഗ് തീരുമാനിക്കണം. ഓരോ സിനിമയും ഓരോ കഥ പറച്ചിലും ഡിസർവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഫിലിം മേക്കിംഗ് ഉണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഫിലിം മേക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്ന ഒരു സാധനമാണ്. അപ്പം ഒട്ടും സിനിമാറ്റിക് ആകാതെ ഇത് എഴുതിയാൽ, ഒട്ടും സിനിമാറ്റിക് ആകാതെ ഇത് ഷൂട്ട് ചെയ്താൽ ഇത് വളരെ സിനിമാറ്റിക് ആകും എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രാക്ക് ഷോട്ട്സോ ജിബുകളുടെ ഷോട്ടുകളോ ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് ഒന്നുമില്ല. ഒരു ചെറിയൊരു ബ്രീത്തോടുകൂടി ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള രീതികളാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം കാണുന്ന ഓഡിയൻസ്, കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ സിനിമ കാണുന്നത്, ആ ആൾ അതിനകത്തായിരിക്കണം, അതിനകത്ത് 14-ആമനായിരിക്കണം. അപ്പോഴേ അതിനകത്ത് തർക്കിക്കുകയും അവരോട് യോജിക്കുകയും വിയോജിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്പേസിലോട്ട് അവരെ കൊണ്ടുവരണം. അങ്ങനെയാണ് അതിൻ്റെ സിനിമാറ്റോഗ്രഫിയും അതിൻ്റെ എഡിറ്റും എല്ലാം പ്ലാൻ ചെയ്തത്. അങ്ങനെയാണ്. എല്ലാവരും പറയും ഇവരുടെ അഭിനയം കണ്ടിട്ട് അഭിനയിക്കാൻ തോന്നില്ലല്ലോ, ഡയലോഗൊക്കെ അപ്പം തോന്നിയത് വായി തോന്നുന്നു പറയുന്നതാണോ എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ. വായി തോന്നുന്നു പറയുന്നതല്ല, ഡയലോഗ് എഴുതിയ ഡയലോഗുകൾ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ആയിരിക്കണം, അവരുടെ അഭിനയം പോലെ ആയിരിക്കണം അതിൻ്റെ സിനിമാറ്റോഗ്രഫിയും അതിൻ്റെ എഡിറ്റും എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മ്യൂസിക് കാര്യമായിട്ട് ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. കാര്യം ഡ്രാമയാണല്ലോ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ നമുക്ക് എത്ര വേണമെങ്കിലും മ്യൂസിക്കിനെ യൂസ് ചെയ്യാം, ഡ്രാമയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രാമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യാം, പാട്ടുകളും വേണമെങ്കിൽ എന്ത് ചെയ്യാം. ഇല്ല മ്യൂസിക് മ്യൂസിക് ഉണ്ട്, വളരെ വളരെ മിനിമലാണ്. അപ്പോൾ മ്യൂസിക്കിനെ നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ആളുകളുടെ ഇമോഷൻസിനെ. മ്യൂസിക് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ മ്യൂസിക് ഒരു ജഡ്ജ്മെന്റ് ആണ് തരുന്നത്. നിങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്യൂ. അപ്പം ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ അതിനൊരു പാത്തോസ് വായിക്കുമ്പോൾ അതിനെ എലിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ജഡ്ജ് ചെയ്യുക. ഒരു എക്സ്ട്രാ സ്ക്രീൻ പ്ലേ ആണ് മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കഥാപാത്രങ്ങളെയോ അവിടെ നടക്കുന്ന കാര്യങ്ങളെയോ ജഡ്ജ് ചെയ്തുകൊണ്ട് അതിനെ ആംപ്ലിഫൈ ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യരുത് എന്നെനിക്ക് തോന്നിയിരുന്നു. കാരണം ഒരു ഡയറക്ടർ ഒന്നിനും അടിവരെ ഒരു അണ്ടർലൈൻ ചെയ്യരുത് എന്നും ഓഡിയൻസ് ആണ് അണ്ടർലൈനിങ് ചെയ്യണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ മ്യൂസിക് ഉപയോഗിച്ചത് നമ്മൾ ഇതിനെ ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ്. അതായത് ഒരു മൊമെന്റ് ഓഫ് റിഫ്ലക്ഷൻ. ഇപ്പോൾ ഈ സിനിമയിൽ മ്യൂസിക് വരുന്ന ഭാഗം ഇപ്പോൾ എല്ലാവരും കൂടെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നൊരു രംഗമുണ്ട്. അപ്പം അവിടെ ഈ ടേബിളും ചെയറും മാത്രം ഒഴിഞ്ഞിരിക്കുന്ന വേളയിൽ ഒരു മ്യൂസിക് വരുന്നുണ്ട്. ആ സമയത്ത് കഥാപാത്രങ്ങളില്ല, ഓഡിയൻസും ഈ ഒഴിഞ്ഞ കസേരകളും മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ ഒരു മ്യൂസിക് വരുമ്പോൾ അതൊരു മൊമെന്റ് ഓഫ് റിഫ്ലക്ഷൻ ആണ്. ഇതുവരെ നടന്നതിൻ്റെ ഒരു റിഫ്ലക്ഷൻ. വീണ്ടും അടുത്ത ചാപ്റ്ററിലേക്ക് സിനിമ പോകുന്നു. അങ്ങനെ 3-4 ഘട്ടങ്ങളിലായിട്ടാണ്, ചാപ്റ്റർ വൈസ് ആണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സിനിമയുടെ മ്യൂസിക്കിനെ. എനിക്ക് പക്ഷേ ഈ വളരെ കുറവാണ് മ്യൂസിക് ഉള്ളതെങ്കിലും ഞങ്ങളൊരു 2.5 മാസത്തോളം എടുത്തതിൻ്റെ മ്യൂസിക് ചെയ്യാനായിട്ട്. ബേസിൽ CJ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളൊരു ഇന്ത്യൻ സൗണ്ട്സ് ഒന്നും അല്ലാത്ത അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ടെക്സ്ചർ ഉണ്ടാവണമെന്നും. ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് വളരെ ഉള്ള മ്യൂസിക് സ്കോറ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കോറാണ്. എസ്പെഷ്യലി അതിൻ്റെ എൻഡ് ക്രെഡിറ്റ്സിൻ്റെ സ്കോറ് ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ കേട്ടു നോക്കുക, വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമുള്ള ഒരു സാധനമാണ് ഇതിൻ്റെ മ്യൂസിക് കുറവാണെങ്കിലും. 10-12 പേർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നതിനെ പറ്റി നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അവർക്കെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതുകൊണ്ട്, അതായത് ഒരാൾ കയറി നിൽക്കുക അല്ലെങ്കിൽ ഒരാൾ ലീഡ് ചെയ്യുക, ബാക്കിയുള്ളവരൊക്കെ ചുമ്മാ സപ്പോർട്ടിങ് ആക്ടേഴ്സ് എന്നുള്ള രീതിയിലല്ലോ. അപ്പോൾ ആരെങ്കിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടോടാ എനിക്ക് ഇച്ചിരി കൂടി, അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് ഷെയ്ഡ് അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്യാം, എനിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കിട്ടും, അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നോ ബിറ്റ്വീൻ ദി ആക്ടേഴ്സ്? അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഏറ്റവും തമാശ എന്ന് വെച്ചാൽ ഇതിനകത്ത് പ്രശാന്ത് എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് വിനയുടെ കാമുകി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അഞ്ജലിയുടെ ക്യാരക്ടറിന്റെ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആളാണ് വിനയ്.
അഞ്ജലിയോട് പ്രണയമുള്ള ഒരാളാണ് പ്രശാന്ത്. ആ. അപ്പം ഞാനിങ്ങനെ ആ കഥാപാത്രത്തെ പ്രശാന്തിനെ ഞാൻ കാസ്റ്റ് ചെയ്തപ്പോൾ പ്രശാന്ത് എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല, എനിക്ക് ആ പ്രേമത്തിൻ്റെ ഒന്നും ഒഴിവാക്കി തന്നു. ഞാൻ പറഞ്ഞു എടോ ലോകത്തൊരാളും പറയത്തില്ല, കാരണം അത്രയും ഇമ്പോർട്ടൻസ് കിട്ടുകയാണ്. ഒരു നായികയെ പ്രണയിക്കുന്ന ഒരു ആ സോണിലേക്ക് കയറി പ്രധാന നായകന്റെ തുല്യമായി മാറുകയാണ്. എന്നെ കൊണ്ട് അതൊന്നും ചെയ്താൽ ശരിയാവില്ലടോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ശരിയാക്കാം. അങ്ങനെ അല്ലാതെ വേറെ ആൾക്കാർക്ക് അങ്ങനെ ഒരു വിനയ് എൻ്റെ അടുത്ത് പറഞ്ഞു, വിനയ് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു എടാ എല്ലാവർക്കും ഒരേപോലത്തെ സംഭവമായിരിക്കണം എഴുതുക. അപ്പം ഞാൻ എഴുതി വന്നപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിപ്പോയി. അപ്പോൾ വിനയ് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അങ്ങനെ തീർത്തും അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, കാരണം ഞാൻ കുറച്ച് ഹീറോ ആവായിരുന്നു. അങ്ങനെ കുഴപ്പമില്ലാതെ. ഓക്കെ, ഷാജോൺ ആണ് പിന്നീട് ഇതിൽ ആദ്യം സെപ്പറേറ്റ് വരുന്ന ഒരു നടൻ എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിലേക്ക് എത്തുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഹരി എന്ന് പറഞ്ഞ ക്യാരക്ടർ എഴുതി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ആകെ ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു മലയാളി ഓഡിയൻസ് സെൻട്രിക് ആയിട്ട് ആലോചിച്ചാണ്. ആ ക്യാരക്ടർ മലയാള സിനിമയിലുള്ള ആളായിരിക്കണം. കാരണം 3 രംഗങ്ങളിലാണ്, ആദ്യത്തെ 20 മിനിറ്റിൽ, പിന്നെ ഇന്റർവെല്ലിൽ, പിന്നെ ക്ലൈമാക്സിൽ മാത്രം വരുന്ന കഥാപാത്രമാണ്. പക്ഷേ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ മുഴുവൻ ഫുൾ ടൈം ഉള്ള പോലെ. അപ്പോൾ എപ്പോഴൊക്കെ ഹരി എന്ന് പറയുമ്പോഴും ഓഡിയൻസിന് ആ ഒരു റീകോൾ ഉണ്ടാവണം, ആ മുഖം ഓർമ്മ ഉണ്ടാവണം. അപ്പോൾ അതൊരു പുതിയ ആളാവരുത്, മലയാള സിനിമയിലുള്ള ആളാവണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു 3-4 ഓപ്ഷൻ ഉണ്ടാക്കിയിട്ട് ഞാൻ വിനയ് ഫോർട്ടിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ വിനയ് ഫോർട്ടിൻ്റെ അടുത്ത് പറഞ്ഞു എടാ ഇവരെല്ലാവരും നല്ല ആക്ടേഴ്സാണ്, പക്ഷെ അതിൻ്റെ കൂടെ നിനക്ക് മനസമാധാനം വേണം എന്നുണ്ടെങ്കിൽ ഷാജോണിൻ്റെ ആയിരിക്കും നല്ല ഒരു ഓപ്ഷൻ, കാരണം നമ്മുടെ കൂടെ ചേരുന്ന ഒരാൾ ആണ് ഷാജോൺ ചേട്ടൻ. അങ്ങനെ വിനയ് വളരെ നല്ല അഭിപ്രായങ്ങൾ പറയുന്ന വളരെ ചുരുക്കം കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊരാളാണ് ഷാജോൺ ചേട്ടൻ. അപ്പോൾ വിനയ് അങ്ങനെ നല്ല പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നേരെ ഷാജോൺ ചേട്ടൻ്റെ അടുത്ത് പോവുകയും കഥ പറഞ്ഞു, അദ്ദേഹം വന്നു. ഓക്കെ, അപ്പോൾ ഈ ഫിലിം ബാക്ക്ഗ്രൗണ്ട് നല്ലോണം ഉള്ള വിനയ് ഫോർട്ടും കലാഭവൻ ഷാജോണും ഉണ്ട്. ബാക്കി ഇത്രയും പേര് നാടകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ 2 സൈഡിൽ നിന്നുള്ള പോസിറ്റീവ്സ് ആയിട്ട് വന്നത് എന്താണ്? സിനിമയിൽ നിന്ന് ഇങ്ങോട്ടും തിയേറ്ററിൽ നിന്ന് അങ്ങോട്ടും കൊടുക്കാൻ ഉണ്ടായ എന്തൊക്കെയായിരുന്നു? അതെ, അതായത് ഇപ്പൊ തിയേറ്ററിന്റെ ഒരു ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഹറൻറ്റ് ഡിസിപ്ലിൻ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളൊരു 35 ദിവസം റിഹേഴ്സൽ ചെയ്തിട്ടാണ് ഷൂട്ട് തുടങ്ങുന്നത്. 30 ക്യാമറ വെച്ച് റിഹേഴ്സൽ ചെയ്തു, ലൊക്കേഷനിൽ ഒരു 7 ദിവസം റിഹേഴ്സൽ ചെയ്തു. അപ്പോൾ ഈ റിഹേഴ്സൽ എങ്ങനെ ചെയ്യാൻ പറ്റുക? അതായത് വളരെ അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ സ്ട്രഗിളൊക്കെ ഉള്ള സമയത്താണ് ഇവരെല്ലാവരും കൂടെ വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഡെയിലി വേജസിന് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അത്തരം ജോലികൾ മാറ്റിവെച്ച് അവരുടെ ഡെയിലി 1000 rupees 1200 rupees മാറ്റിവെച്ചിട്ട് അവർ വന്ന് റിഹേഴ്സൽ ചെയ്യുമ്പോൾ അത് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നൊരു ഡിസിപ്ലിനാണ്. യാതൊരു പരാതികളും ഇല്ലാതെ എനിക്ക് ഇവരെല്ലാവരും കൂടെ ഒരു റൂമിൽ താമസിപ്പിക്കാൻ വേണമെങ്കിൽ 11 പേരെ, അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ ആ ഡിസിപ്ലിൻ തിയേറ്ററിൻ്റെ ഡിസിപ്ലിനാണ്. അത് മറ്റ് സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഉണ്ടാവില്ല, മറ്റ് എല്ലാ പെർഫോമിംഗ് ആർട്സിനും ഉണ്ടാവും, സിനിമയ്ക്ക് അത് ഉണ്ടാവില്ല. അപ്പോൾ സിനിമയ്ക്കും സിനിമാക്കാർക്കും എപ്പോഴും എന്തോ ഒരു ഭയങ്കരമായ തിരക്കാണ്. അപ്പം അത് തിയേറ്ററിൽ നിന്ന് വരുന്നൊരു കാര്യമാണ്. പിന്നെ ഈ റിഹേഴ്സൽ കൊണ്ടാണ് ഇവർ ഇത്രയും ഒരു എന്താ പറയുന്നത് ബിഹേവ് ചെയ്യുന്ന പോലുള്ള ഒരു അഭിനയത്തിലേക്ക് അവർ വന്നത്. കാരണം 7ഓളം പേര് സിനിമ സെറ്റ് തന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ക്യാമറയുടെ മുമ്പിൽ പെട്ടെന്ന് വന്ന് അഭിനയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഷാജോൺ ചേട്ടൻ ഒരു പ്രത്യേകത, ഷാജോൺ ചേട്ടൻ വന്നു, സെറ്റ് വന്നു, ഇവരെയൊക്കെ കണ്ട് ഇവരുടെ ഒരു അഭിനയത്തിൻ്റെ പാറ്റേൺ മനസ്സിലാക്കി 10 മിനിറ്റിനായിട്ട് ഷാജോൺ ചേട്ടൻ മനസ്സിലായി ഇത് സാധാരണ സിനിമയുടെ ഒരു മീറ്ററിലല്ല അഭിനയം പോകുന്നതെന്നും പെട്ടെന്ന് അദ്ദേഹത്തിന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇത് പറയുമ്പോഴും തിരിച്ച് ഒരു കാര്യമുണ്ട്, ഇവരെല്ലാവരും തിയേറ്റർ ആക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ സ്വാഭാവികമായ അഭിനയമൊക്കെ കാഴ്ചവെക്കുമെങ്കിലും കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ കാര്യത്തിൽ വിനയ് ഫോർട്ടും ഷാജോൺ ചേട്ടൻ, വിനയ് ഫോർട്ട് വെച്ച് ബാക്കി എല്ലാവരുടെ കാര്യം തദൈവയാണ്. ഒരു 4 വഴിക്കാണ് കണ്ടിന്യൂറ്റി. ഒരു കാര്യം ഒരു പ്രാവശ്യം കാണിക്കുന്നതായിരിക്കില്ല, വേറെ പ്രാവശ്യം കാണിക്കുന്ന. അപ്പോൾ എഡിറ്ററൊക്കെ തലയും കുത്തി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയതിൽ എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. അപ്പോൾ ഇവരോട് ഞാൻ ഷാജോൺ ചേട്ടൻ്റെ സീനുകളിൽ ഇവർ വന്ന് നോക്കും, ഷാജോൺ ചേട്ടൻ അഭിനയിക്കുന്നതാണ്. അപ്പോൾ കണ്ടിന്യൂറ്റിയുടെ കാര്യത്തിലൊക്കെ ഒരു മാസ്റ്ററാണ്, അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ്. എന്നാൽ അത് കിട്ടിയ പോലെ തോന്നുകയില്ല. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അത് ആദ്യമായിട്ട് ചെയ്യുന്ന പോലെ കൊണ്ടുവരാനുള്ളൊരു കഴിവും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഈ പറയുന്ന ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പഠനമുണ്ട്. ഈവൻ ഷാജോൺ ചേട്ടൻ ആക്ച്വലി ഇതിനകത്തൊരു നാടകത്തിന്റെ പോർഷൻ ഉണ്ടല്ലോ തുടങ്ങുമ്പോൾ, അതിന് അദ്ദേഹം റിഹേഴ്സലിന് വന്നിരുന്നു. അദ്ദേഹം അന്ന് റിഹേഴ്സലിന് വരുമ്പോൾ ഇവരോട് വളരെ ഭവ്യതയോടുകൂടിയും എന്നെ സഹായിക്കണം എന്നുള്ള മട്ടിലും ഭാവത്തിലുമാണ് അദ്ദേഹം നിൽക്കുന്നതും. അദ്ദേഹം അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ തിയേറ്ററിനെ പഠിക്കുകയും ചെയ്തു, കാരണം അദ്ദേഹം തിയേറ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ പുറത്തുനിന്ന് പിന്നെ വരുന്ന ഒരു മെയിൻ നമ്മുടെ നായിക തന്നെയാണ്. ആളെ ആക്ച്വലി ഓഡിഷൻ ചെയ്തൊക്കെ എടുത്താണെന്ന് പറഞ്ഞു. ആ ഓഡിഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഞാൻ കേട്ടല്ലോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഓഡിഷൻ ആയിരുന്നു. കാരണം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള റോളായതുകൊണ്ടും വളരെ ഒരുപാട് വെയിറ്റ് ക്യാരി ചെയ്യുന്ന റോളായതുകൊണ്ട് വെറുതെ ഒരു 2 ഡയലോഗ് പറയിപ്പിച്ച് നോക്കി 2 ഫോട്ടോ പ്രൊഫൈലും ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഒരാളെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു, ഒരു 3 മിനിറ്റിൻ്റെ ഒരു ഷോർട്ട് ഫിലിമായിട്ട് തന്നെ. ആ സ്ക്രിപ്റ്റ് ഒരു വീട്ടിനകത്ത് നടക്കുന്ന പല റൂംസിനകത്ത് നടക്കുന്ന ഒരു ഫിലിമായിട്ട് തന്നെ ഒരു 3 മിനിറ്റിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതിലേക്ക് ആ സ്ക്രിപ്റ്റ് എല്ലാവർക്കും ഈ ഫൈനൽ സെലക്ട് ചെയ്ത 5 പേരെ വിട്ടിരുന്നു. അങ്ങനെ അതെല്ലാവരും പഠിച്ചിട്ട് വരുന്നു.
ഈ 5 പേരുടെയും കൂടെ വിനയ് ഓഡിഷൻ ചെയ്തു. ഈ എല്ലാ സീനും ചെയ്യണം. അതായത് രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 5:30 വരെ അഭിനയിക്കുകയാണ്. ഓരോരുത്തരുടെ കൂടെ ഇരുന്ന് അഭിനയിച്ചു. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ വേറൊരു കുട്ടിയായിരുന്നു. ആ കുട്ടിയെ ഞാൻ മനസ്സുകൊണ്ട് കാസ്റ്റ് ചെയ്തിരുന്നു. ആ കുട്ടിക്ക് പക്ഷെ അന്ന് എന്തുകൊണ്ട് ചില പേഴ്സണൽ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടൊക്കെ വന്ന് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയില്ല. മറിച്ച് ഈ സെറിൻ വന്നിട്ട് ഒരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ച്വലി ഈ 5 പേരും നന്നായി പെർഫോം ചെയ്തു, ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തു. പക്ഷേ സെറിനാണ് നമ്മുടെ മനസ്സിലൊരാളുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ മനസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നുവാൻസ്ഡ് പെർഫോമൻസ് ഉണ്ടാവുമല്ലോ, അത് സെറിൻ വന്നിട്ട് അൺബിലീവബിൾ ആയിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഇതെല്ലാം കട്ട് ചെയ്ത് ഈ 5 ഫിലിമും ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കണ്ടു. യുനാനിമസ് ആയിട്ട് എല്ലാവർക്കും തന്നെ തോന്നി സെറിനാണ് കറക്റ്റ് എന്ന്. അങ്ങനെ ആക്ച്വലി ഒരു ബ്രില്യൻറ്റ് പെർഫോമറാണ്. മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും സെറിൻ ഒരു അസറ്റാണ്. ആ ഓഡിഷൻ ക്ലിപ്പ് എപ്പോഴെങ്കിലും റിലീസ് ചെയ്യും? ഉടനെ തന്നെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ വെച്ചാൽ ഈ സൗണ്ട് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഉള്ളൊരു, അല്ലെങ്കിൽ ഞാൻ പണ്ടേ റിലീസ് ചെയ്തേനെ. അതിൻ്റെ കുറച്ചൊരു ക്വാളിറ്റി, സൗണ്ടിൻ്റെ ക്വാളിറ്റി ഇഷ്യൂ ഉണ്ട്. പക്ഷെ ഞാൻ ചെയ്യും. ഈ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസിൻ്റെ കാര്യം പറയുമ്പോൾ അതുകൊണ്ടും കൂടിയാണോ ഒരു ചേംബർ ഡ്രാമയിലേക്കൊക്കെ നിൽക്കാം? കാര്യം ഒരുപാട് മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് വേണ്ട, കുറച്ച് ഫിക്സ്ഡ് നമ്പർ ഓഫ് ആക്ടേഴ്സ് എന്നുള്ളതൊക്കെ വരാൻ കാര്യം മേജർലി അതാണ്. അപ്പം നമ്മൾ ആദ്യം ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ 9ഓളം പേര് ആദ്യമായിട്ട് വരുന്നു. ആകെ കൂടെ വിനയ് ഫോർട്ടും അന്ന് ഷാജൻ ചേട്ടനെ കാസ്റ്റ് ചെയ്തിട്ട് പോലുമില്ല. അപ്പോൾ വിനയ് ഫോർട്ട് മാത്രം ഒരു ഫേസ് ഉണ്ട്. അപ്പോൾ ഇത്രയും സബ്ജക്റ്റ്, ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ്, സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ്, ഇതിനൊരു പ്രൊഡ്യൂസറിനെ കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ വലിയ സ്കെയിലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വെറുതെ പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യമാണ്, ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ ആദ്യമേ ചില കാര്യങ്ങൾ തീരുമാനിച്ചു. ഈ സിനിമ ഇത്ര ബഡ്ജറ്റിലായിരിക്കണം. അപ്പോൾ ബഡ്ജറ്റിനെ ഏറ്റവും കൂടുതൽ കുറയ്ക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ഷൂട്ട്. അപ്പോൾ അതിനകത്ത് നമ്പർ ഓഫ് ലൊക്കേഷൻസ്, അപ്പോൾ ഇതെല്ലാം മിനിമലായിട്ട് ആയിരിക്കണം. അപ്പോൾ നമ്മളൊരു സാധനം പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രൊഡ്യൂസറിന് തോന്നണം, ശരിയാണ് റിസ്ക് ഉണ്ട്, പക്ഷെ നന്നായിട്ട് വന്നാൽ എനിക്ക് എൻ്റെ പൈസ തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാവും എന്ന് അദ്ദേഹം ചിന്തിക്കണം എന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനൊരു പ്ലാനിങ് ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു പൈലറ്റ് ഷൂട്ട് ചെയ്തിരുന്നു. കാരണം ഇത് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ പാടാണല്ലോ. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് ഒരു 1.5 ലക്ഷം രൂപ കടം മേടിച്ചിട്ട്, ആശ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്, അപ്പം അവൾ ഒരു 1.5 ലക്ഷം രൂപ തന്നു. ആനന്ദ് സി ചന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമാറ്റോഗ്രാഫർ ഉണ്ട്, പ്രേമത്തിൻ്റെയും ഭീഷ്മപർവ്വത്തിൻ്റെയൊക്കെ സിനിമാറ്റോഗ്രാഫർ. എൻ്റെ ഫ്രണ്ടാണ്, ക്ലോസ് ഫ്രണ്ടാണ്, എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചാണ്. അവൻ വന്ന് ഫ്രീ ഓഫ് കോസ്റ്റ് ഷൂട്ട് ചെയ്തു. അപ്പോൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ഒരു 5 മിനിറ്റ് സീൻ നമ്മൾ ഷൂട്ട് ചെയ്തു. എന്നിട്ട് ആ ഷൂട്ട് ചെയ്ത സാധനവുമായിട്ടാണ് നമ്മൾ കഥ പറയാനായിട്ട് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോയത്. അപ്പോൾ അതുവരെയുള്ള കഥ പറഞ്ഞു, ആ സീൻ കാണിച്ചു, അതിന് ശേഷമുള്ള കഥ പറഞ്ഞു. അപ്പോൾ ഇൻ്റർവെൽ പോയിൻ്റ് ആയപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു നമുക്ക് ചെയ്യാം. അങ്ങനെ വളരെ സ്മൂത്തായിട്ട് അനായാസമായിട്ടാണ് ഇതിന് പ്രൊഡ്യൂസറൊക്കെ സംഭവിച്ചത്. അതുപോലൊരു സ്മാർട്ട് മൂവ് ആയിരുന്നു സിനിമയിലെ എഡിറ്ററിനെ ചൂസ് ചെയ്തത്. നാഷണൽ അവാർഡും കൊണ്ടാണ് ആള് വന്നത്. തീർച്ചയായിട്ടും നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്തത് ആദ്യം അദ്ദേഹത്തിന്റെ ആയിരുന്നു. ആ സമയത്ത് ഓടിപ്പോയി അദ്ദേഹത്തെ പൊക്കിയെടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. സോ വാട്ട് വാസ് യുവർ ക്യൂ ടു ഹിം? ലൈക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പാറ്റേൺ ആണ് എനിക്ക് ആട്ടത്തിൽ വേണ്ടതെന്ന് പറഞ്ഞിരുന്നോ? അതായത് ഈ അതായത് ഓരോ യാദൃശ്ചികതകൾ സംഭവിക്കണമല്ലോ. ഞാൻ മധുരം എന്ന് പറയുന്ന സിനിമ കാണുന്നു. മധുരം എന്ന് പറയുന്ന സിനിമ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബ്യൂട്ടിഫുൾ സിനിമ. അങ്ങനെ അതിൻ്റെ എഡിറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് എഡിറ്റർ ആയിട്ടില്ല. അപ്പം നമ്മുടെ സിനിമയിൽ തന്നെ മദൻ എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിന് പരിചയമുണ്ട് മഹേഷിനെ. അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് മഹേഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മധുരത്തിൻ്റെ എഡിറ്ററാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്നലെ ഞാൻ കണ്ടതേ ഉള്ളൂ സിനിമ, അപ്പോൾ അന്ന് നമുക്ക് അദ്ദേഹത്തെ കാണാമെന്ന് പറഞ്ഞു. മഹേഷിനെ പോയി കാണുന്നു, കഥ പറയുന്നു, മഹേഷിന് വളരെയധികം ഇഷ്ടപ്പെടുന്നു. സിനിമയുടെ എഡിറ്റ് തുടങ്ങുന്നു. ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ആ ക്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ അവരുടെ അഭിനയം എത്രത്തോളം സ്വാഭാവികമായിട്ട് തോന്നുന്നു, വളരെ ഇൻവിസിബിൾ ആയിരിക്കണം അതിൻ്റെ എഡിറ്റ്. ഒരു പോയിന്റ് പോലും ഇതിൻ്റെ ഷൂട്ട് തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇത് സിനിമാറ്റോഗ്രാഫറിന് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു ഒരു സ്പേസിൽ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അത് അദ്ദേഹം മനോഹരമായി ചെയ്യുന്നു. അപ്പോൾ ഇനി അത് അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അത് എഡിറ്റ് ചെയ്യണം. എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടാസ്ക്. അതുകൊണ്ട് തന്നെയാണ് ഇത് അവാർഡ് അനൗൺസ് ചെയ്തപ്പോൾ ഞാനിങ്ങനെ, കാരണം അതുവരെയും ആരും തന്നെ ഞാൻ പ്രതീക്ഷിച്ച ഫിലിം മേക്കേഴ്സോ ടെക്നീഷ്യൻസോ, എനിക്കറിയാവുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ സിനിമ കണ്ടിട്ടും ഇതിൻ്റെ എഡിറ്റിനെ കുറിച്ച് സംസാരിക്കാത്തപ്പോൾ എനിക്കൊരു വിഷമമുണ്ടായി. കാരണം അത് ഞാൻ വളരെ, എനിക്ക് പേഴ്സണൽ ഹൈ ഉള്ളൊരു കാര്യമാണ് ഇതിൻ്റെ എഡിറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ വേറെ ഒന്നും ഗംഭീരമല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഇതിൻ്റെ എഡിറ്റ് ഗംഭീരമാണെന്ന് പറയും. അപ്പോൾ അത് ആരും പറയാഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് നാഷണൽ ലെവലിൽ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നേ ഇല്ല, ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സിനിമയ്ക്ക് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ വളരെ സംയമനം പാലിക്കണം, ഒന്ന് ചിരിക്കുക, ഒന്ന് എല്ലാവരും തോളി തട്ടുക, സട്ടിലായിട്ടൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇത് ഞാൻ പ്രതീക്ഷിക്കാഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അല്പം ഇമോഷണലായി പോയി, കരഞ്ഞുപോയി. അങ്ങനെയാണ് അത് ആ കെട്ടിപ്പിടുത്തവും ഒക്കെ നടന്നത്. കേരളം വിട്ട് നമ്മൾ ഫെസ്റ്റിവൽസിൽ ഒരുപാട് ശ്രദ്ധിക്കപ്പെടുകയും, എനിക്ക് തോന്നുന്നു IFFIയിലാണ് ഫസ്റ്റ് പ്രീമിയർ നമ്മൾ US ലോസ് ആഞ്ചലസിലായിരുന്നു. അതല്ല, ഓപ്പണിംഗ് സിനിമയായിട്ട് വന്നത് അത് IFFIയിൽ ഇന്ത്യൻ പനോരമയുടെ ഓപ്പണിംഗ് ഫിലിമായിട്ട് സെലക്ട് ചെയ്തത്. അതെ. ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? അതൊരു ഹ്യൂജ് ഓണറാണ്. ഇപ്പം അതൊരു സിഗ്നിഫിക്കൻറ്റ് ഫാക്ടറാണ്.
അന്നത്തെ ആ ഓപ്പണിംഗ് ഫിലിമായിട്ട് സെലക്ട് ചെയ്ത് ഇന്നിപ്പോൾ നാഷണൽ അവാർഡ് കിട്ടാൻ പോലും അതൊരു വലിയ സിഗ്നിഫിക്കൻ, കാരണം അന്നൊരു നാഷണൽ ലെവലിൽ ഒരുപാട് അന്നത്തെ ഒരു ജൂറി, കാരണം കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ്, അവരെല്ലാവരും ഈ സിനിമ കാണുകയും അവരുടെ ഇടയിൽ ഇതൊരു വലിയ ചർച്ചയായി. അപ്പം അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ഒരു പേര് ഭയങ്കരമായിട്ട് വന്നതും ഒക്കെ ഈ പറയുന്ന ലെവലിലേക്ക് എത്തിയതൊക്കെ അതൊരു വലിയ ഫാക്ടറായിരുന്നു. ഐ ഹേർഡ് മാസ്റ്റേഴ്സ് ചെയ്തത് സൈക്കോളജിയിലാണ് അല്ലേ? അപ്പോൾ ഇത്രയും കോംപ്ലെക്സ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ പ്രോസസ്സ് ചെയ്യാൻ അത് ഭയങ്കര ഹെൽപ്പ് ചെയ്തോ? സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ ഈ സൈക്കോളജി, ആളുകളുടെ സൈക്കി അല്ലെങ്കിൽ ബിഹേവിയർ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിലുള്ള യാത്രകളും, ഞാൻ ഒരുപാട് മനുഷ്യരെ ജീവിതത്തിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനുഷ്യരെ. എന്നെ മെൻറ്റർ ചെയ്തിരിക്കുന്ന മനുഷ്യർക്ക് കൈയും കണക്കില്ല, അത്രയും ആളുകളെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്, അത്രയും അത്യാവശ്യം കുറേ അധികം യാത്രകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ ബിഹേവിയറാണ്, അല്ലാതെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒരു അപ്രോച്ച് അല്ല. ഞാൻ ഈ സൈക്കോളജിയൊക്കെ പഠിച്ചത് എൻ്റെ ഒരു സാറ് നിർബന്ധിച്ചിട്ട്, സാറ് പറഞ്ഞു, എടാ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിക്കുമ്പോൾ ആൾക്കാർക്ക് ചോദിക്കും എന്താ പഠിച്ചതെന്ന് ചോദിക്കും, അപ്പോൾ പറയാം MSc അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ പറയുന്നതിനൊരു വെയിറ്റ് കിട്ടും, പറയുന്നതിനൊരു പ്രാധാന്യം കിട്ടും. അപ്പോൾ അത് കിടക്കട്ടെ എന്ന് വെച്ചിട്ട് ഇത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ കിട്ടിയ ഇറ്റ് ഇസ് നത്തിങ് മോർ ദാൻ ഒരു സർട്ടിഫിക്കറ്റ് എന്നെ സംബന്ധിച്ചോളം. ആ രീതിയിൽ ഞാൻ കഥയോ കാര്യങ്ങളോ ഒന്നും അപ്രോച്ച് ചെയ്തിട്ടില്ല. ഡയറക്റ്റായിട്ടുള്ള മനുഷ്യരായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് മാത്രമാണ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വൺ വുമൺ വേഴ്സസ് 12 മെൻ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറയുന്ന കോൺസെപ്റ്റ്. അത് അത്രയും ഡിഫിക്കൽട്ട് ആവുന്നതും അതുകൊണ്ടാണ്. അതിൽ തന്നെ ഒരൊറ്റ സ്ത്രീയും കൂടി വന്നു കഴിഞ്ഞാൽ ദ ഹോൾ കെമിസ്ട്രി ഇസ് ഡിഫറെന്റ്. 2 പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ കഥ ഇങ്ങനെയല്ല പോകും. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ റേഷ്യോ മാറണമെന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഷാജിദ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഈ ക്രൈമിന്റെ സമയത്ത് അവിടെ ഡയറക്ട്ലി ഉള്ള പ്രസന്റ് ആയിട്ടുള്ള ഒരാളാണ്. ആൾക്ക് വേണമെങ്കിൽ ഈ ഡിസ്കഷൻസിൽ ഇൻവോൾവ് ആവാന്നുള്ളത് വളരെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു തോട്ട് ആലോചിച്ചിരുന്നോ സ്ത്രീകൾ? ഇല്ല, ആലോചിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത്, എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ്, തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാവുന്ന ഒരു സിനിമയാണ്, എന്തുകൊണ്ട് ഒരാളെ കൂടെ ഉൾപ്പെടുത്തിക്കൂടാ. പക്ഷെ അത് ഈ സിനിമ ആവില്ലെന്നേ ഉള്ളൂ. നമുക്ക് ഒരു സമയത്ത് ഒരു സിനിമയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു ആലോചന ഒരു പെൺകുട്ടിയുടെ ആബ്സെൻസിനകത്ത്, അത് ആണുങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. എന്തൊക്കെ പറഞ്ഞാലും ഒരു പെൺകുട്ടിയുടെ പ്രസൻസിൽ സംസാരിക്കുന്ന ഒരു രീതിയോ ഭാഷയോ ഒരു കാര്യമോ ആയിരിക്കില്ല ഇൻ ദ ആബ്സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ആ ആബ്സെൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പിന്നെ ഇങ്ങനത്തെ തീർച്ചയായിട്ടും 12 ആണുങ്ങളും ഒരു പെണ്ണും മാത്രമുള്ള നാടകങ്ങളുണ്ട്, നാടക സംഘങ്ങളുണ്ട്. ഞാൻ തന്നെ അങ്ങനത്തെ നാടകത്തിൽ, കർണഭാരം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാടകത്തിനകത്ത് 10, 12, 11 ആണുങ്ങളും ഒരു പെൺകുട്ടിയും മാത്രമാണ്. അങ്ങനത്തെ നാടകങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇതൊരു ഡിസിഷനാണല്ലോ. അതേപോലെ സൗണ്ടും ഫുൾ സിങ് സൗണ്ട് ആണോ ചെയ്തിരിക്കുന്നത്? യെസ്, ഫുൾ സിങ് സൗണ്ട് ആണ്. അതിനകത്ത് മറ്റേ പുഴയുടെ അരികിൽ പുഴയുടെ സൈഡിൽ നിന്നിട്ട് ഭയങ്കര കാറ്റ് വരുന്ന ഭാഗമുണ്ടല്ലോ, അത് നമ്മൾ ഫാൻ ഉപയോഗിച്ചാണ്, വലിയ പ്രൊപ്പല്ലർ ഫാൻസ് ഉപയോഗിച്ചാണ് ചെയ്തത്. അതുകൊണ്ട് ആ ഭാഗം മാത്രം നമ്മൾ പിന്നീട് ഡബ് ചെയ്യേണ്ടി വന്നു. സിങ് സൗണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല സൗണ്ട് കാരണം. അതല്ലാതെ വേറെ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ആദ്യത്തെ സിനിമയിൽ ചെയ്തത് ടെക്നിക്കലി ഒക്കെ? ഈ സിനിമയിലോട്ട് വരുമ്പോൾ അത്ര പരിചയമില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഡിസൈൻ ഡിപ്പാർട്ട്മെന്റാണ്. അതുകൊണ്ട് എനിക്കത് കുറേ അറിയില്ല. ഞാൻ പഠിച്ചത് ആക്ച്വലി ഈ സിനിമയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിർബന്ധമായിരുന്നു ഏറ്റവും ബെസ്റ്റ് ആളായിരിക്കണം അതിനകത്ത് വരേണ്ടത്, നമ്മളുമായിട്ട് സഹകരിക്കുന്ന ഒരാളായിരിക്കണം, അങ്ങനെ ഒരു ക്രിയേറ്റീവ് ജീനിയസ് ആയിരിക്കണം. അങ്ങനെയാണ് രംഗനാഥ് രവി വരുന്നത്. രംഗനാഥ് രവി എന്ന് പറഞ്ഞാൽ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെയൊക്കെ എല്ലാ സിനിമയുടെയും സൗണ്ട് ഡിസൈൻ മൾട്ടിപ്പിൾ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. അതുപോലെ തന്നെ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ജിക്കു ജോഷി എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ സിങ് സൗണ്ട് ലൈവ് റെക്കോർഡിങ് ചെയ്തത്. അപ്പം അവർ രണ്ടുപേരും കൊണ്ടുവരുന്നൊരു മാജിക് ഉണ്ട്, അവർ തരുന്നൊരു ഡെഡിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഈ സിനിമയിൽ മഴയൊക്കെ തുടങ്ങുമ്പോൾ വീട്ടിനകത്താണെങ്കിലും മഴ പെയ്യുന്ന, തിയേറ്ററിലാണ് സിനിമ കണ്ടിരുന്നെങ്കിൽ പ്രത്യേകിച്ച് മഴ പെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യാം. അല്ലെങ്കിൽ അവിടെ ദൂരെ കുരയ്ക്കുന്ന പട്ടികളും പോകുന്ന വണ്ടികളും ആ ആംബിയൻസും ഒരു ഇലക്ഷൻ്റെ അന്തരീക്ഷം പോലും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വോട്ടിങ്ങിൻ്റെയും ഇലക്ഷൻ്റെയൊക്കെ അന്തരീക്ഷം ക്രിയേറ്റ് ഉണ്ട്. ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് ഇതുപോലൊരു, അപ്പോൾ ഈ സൗണ്ട് ഡിസൈനാണ് ഞാൻ ഒരുപക്ഷെ ഈ സിനിമയിലൂടെ ഞാൻ പഠിച്ച എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയത് ഈ സിനിമയിലൂടെ ആ ഡിപ്പാർട്ട്മെന്റാണ്. ഓക്കെ. സിനിമയുടെ പേര് പറയുമ്പോഴേ ഏറ്റവും ഒബ്വിയസ് ആയിട്ട് പറയാവുന്ന ഒരു മീനിങ് ആട്ടം, ഡ്രാമ എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതിന് മറ്റൊരു രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു ചാഞ്ചാട്ടം എന്നുള്ള രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സ് നമ്മൾ അവിടെ ഇവിടെ ഇല്ലാതെ നിൽക്കുന്ന രീതിയിൽ മാറി പറയാം. ശരിക്കും ആനന്ദ് വിചാരിച്ച ഈ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതങ്ങനെയാണ് ഈ പേര് ഫൈനലൈസ് ചെയ്യുന്നത്. ഈ ആടുക എന്ന് പറയുന്നത് ഒരു വശത്തുനിന്ന് മറ്റൊരു വശത്തേക്ക് ആടുക എന്നൊരു അർത്ഥമുണ്ട്. എനി പെർഫോമൻസ് ഓൺ സ്റ്റേജ് ഇസ് ആട്ടം. അങ്ങനെ ഒരു പെർഫോമൻസ് പ്ലേ എന്ന് പറയുന്ന ഒരു അർത്ഥവും ആട്ടത്തിനുണ്ട്. സിനിമ അത്ര ഇഷ്ടം ആൾക്കാർ സിനിമയെ പറ്റിയാണല്ലോ സംസാരിക്കുള്ളത്. ഇഫ് യു കുഡ് ഡിസ്കസ് സിനിമ വിത്ത് എനിബഡി ഇൻ ദ വേൾഡ്, ഡെഡ് ഓർ അലൈവ്, ഹു വുഡ് യു ചൂസ്? ഡെഡ് ഓർ അലൈവ്, ഇഫ് ഐ കുഡ് ഡിസ്കസ് സിനിമ, സത്യജിത് റേ. ഡെഫിനറ്റ്ലി സത്യജിത് റേ. And definitely Padmarajan sir.
ഡെഫിനറ്റ്ലി കുറസോവ. ഇപ്പൊ എനിക്ക് അത്രയും ഒരു 3 പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ ദീസ് 3 പീപ്പിൾ. അവരോടൊക്കെ എന്തെങ്കിലും സ്പെസിഫിക്കലി സംസാരിക്കണമെന്നോ ചോദിക്കണമെന്നൊക്കെ ഇല്ല, ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് വെറുതെ കണ്ടാ മതി. കണ്ണില്ല, അവരുടെ കൂടെ ഇങ്ങനെ അവർ പറയുന്ന എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരുന്നോളാം ഞാൻ, ഒരു കുഴപ്പമില്ല. എത്ര നേരം വേണേലും കേട്ടോണ്ടിരുന്നോളാം. You have worked with Imtiaz Ali also. അതെ അതെ, Yes, tell me about it. അത് ഭയങ്കര ഒരു ഈ റാൻഡമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. കാരണം 2013 ഇങ്ങനെ ഐഡിയ മൊബൈൽസ് അവരൊരു നാഷണൽ കോമ്പറ്റീഷൻ നടത്തി. മൊബൈൽ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനാണ്. ഒരു 5 മിനിറ്റിൻ്റെ ഷോർട്ട് ഫിലിം 3 റൗണ്ട്, പക്ഷേ മൊബൈലിലായിരിക്കണം ഷൂട്ട് ചെയ്യേണ്ടത് ഫിലിം. അപ്പോൾ അവരൊരു മൺഡേ ഒരു വിഷയം തരും, നമ്മളത് ഷൂട്ട് ചെയ്യണം. നെക്സ്റ്റ് മൺഡേ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ 3 റൗണ്ട്. അത് ജയിക്കുന്ന ആൾക്ക് ഇംതിയാസ് അലിയുടെ അസിസ്റ്റൻ്റ് ആവും എന്നുള്ളതായിരുന്നു. അപ്പം ഞാനതിന് സബ്മിറ്റ് ചെയ്തേ ഇല്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മാളു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ എന്നെ വിളിച്ച് ശല്യമായിട്ടാണ്, നീ ഇത് സബ്മിറ്റ് ചെയ്യും, നീ ഇത് ചെയ്യും, നീ ഫിലിം ചെയ്യും, നിനക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ മൊബൈലൊന്നുമില്ല, എൻ്റെ കയ്യിൽ അങ്ങനെ വലിയ ക്യാമറയുള്ള മൊബൈലൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അവൾ പാർവതി എന്ന് പറഞ്ഞാൽ എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് അവളുടെ മൊബൈൽ കൊടുത്ത് ആ മൊബൈൽ എനിക്ക് തന്ന് എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ് ഇത്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഞാനത് ജയിച്ചു. ഞാൻ അതിൻ്റെ വിന്നറായിരുന്നു, ആ നാഷണൽ വിന്നറായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ തമാശ എന്ന് പറയുന്ന സിനിമയായിരുന്നു. തമാശയിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ അവർ കോഴ്സൊക്കെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഫ്രാൻസിലേക്ക് ഷൂട്ട് കഴിഞ്ഞ് അവർ ഇന്ത്യയിൽ എത്തിയിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ പോർഷനിലേക്കാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ഞാനൊരു ഡയറക്ഷൻ ഇൻറ്റേൺ ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു 40 ദിവസം തോളം മൊത്തത്തിൽ പ്രീയും ഷൂട്ടും എല്ലാം കൂടെ 40 ദിവസം അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ആട്ടത്തിന്റെ നമ്മുടെ കഥാനായിക വന്നിട്ടുണ്ടായിരുന്നു, സംസാരിച്ചായിരുന്നു. അപ്പൊ കഥാനായിക ഒരു ക്വസ്റ്റ്യൻ രാവിലെ തന്നിരുന്നു. ഇനി ചെയ്യാൻ പോകുന്ന സിനിമയില് ആനന്ദ് എന്തായിരിക്കും ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്? വാട്ട് വുഡ് യു ലൈക്ക് ടു ഡു ഡിഫറെന്റ്ലി? ഇതുപോലത്തെ സിനിമയാണോ, ആട്ടം പോലത്തെ സിനിമയാണോ, അതോ വേറെന്തെങ്കിലും മനസ്സിലുണ്ടോ? അടുത്ത ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ലവ് സ്റ്റോറിയാണ് സിനിമ. അത് എനിക്ക് ചെയ്യാൻ ഡിഫറെൻ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ ആ ലവ് സ്റ്റോറിയുടെ ആ കഥ പറയേണ്ട രീതി തന്നെ ആട്ടവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു രീതിയാണ്. അതിൻ്റെ എനിക്ക് തോന്നുന്നില്ല ആട്ടത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ എലമെൻറ്റ്സ് പോലും അതിനകത്ത് ഉണ്ടാവുമെന്ന്. അതിൻ്റെ ഫിലിം മേക്കിംഗ് തൊട്ട് അതിൻ്റെ റൈറ്റിങ്ങിൻ്റെ രീതി പോലും വളരെ വ്യത്യസ്തമായിരിക്കണം, ആയേ പറ്റൂ. അങ്ങനെയാണത്. കാരണം ബേസിക്കലി പ്രേമം ഒക്കെ എക്സ്പ്ലോർ ചെയ്യലാണ് ആ സിനിമ. അപ്പം ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും, ആട്ടത്തിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ഇനി നെക്സ്റ്റ് പ്രോജക്റ്റ്. അതിൻ്റെ എഴുത്ത് നടക്കുന്നു ഒരു മിഡ് വേ എന്നൊക്കെ വേണേൽ പറയാം. കാസ്റ്റിംഗിലേക്ക് എത്തിയിട്ടില്ല? ഇല്ല, കാസ്റ്റിംഗിലേക്കൊന്നും ആലോചിച്ചിട്ടില്ല. ഓക്കെ. നാടകം ലോകധർമ്മി എന്നുള്ള ഗ്രൂപ്പിൽ നിന്നാണ് വരുന്നതൊക്കെ, ഈ വന്ന ആൾക്കാരൊക്കെ അങ്ങനെയുള്ളവരാണ്. പക്ഷെ അതേസമയം നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വരുന്നതല്ലാതെ നാടകം ആസ് എ കരിയർ, അതിന്റെ നിലവിലെ ഒരു അവസ്ഥ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ? നാടകം മാത്രമല്ലല്ലോ, ബാക്കി എല്ലാ പെർഫോമിംഗ് ആർട്ട് ഫോംസും സിനിമ ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ സത്യം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പം സിനിമാ പാട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേജ് ഷോ, റിയാലിറ്റി ഷോ, അങ്ങനെ യാത്രകളൊക്കെ അല്ലാതെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫോംസ് എല്ലാം തന്നെ ഇറ്റ് ഈസ് ഇൻ ഗ്രേറ്റ് ഡിഫിക്കൽട്ടി. കാരണം ഒന്ന് ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാനും ആക്ടറായിരുന്നു നാടകത്തിൽ. അപ്പം നമ്മളൊരു നാടകത്തിനകത്ത് ഒരാളുടെ ഒരു മാസത്തെ വരുമാനം 1500 രൂപയോ 1800 രൂപയോ 2000 രൂപയോ ഈ കാലത്ത് 2024 വരുമ്പോൾ എങ്ങനെ സർവൈവ് ചെയ്യും? അപ്പം അതിന് പലതരത്തിലുള്ള സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ടാവണം. ഗവൺമെൻറ് സ്പേസിലും പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്നും ഒക്കെ അതിനൊരു റീസ്ട്രക്ചറിങ് ഉണ്ടാവണം, അത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ. കാരണം ഫണ്ടില്ലാതെ എങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും? അപ്പോൾ ഇറ്റ് ഈസ് എൻ ഡീപ്പ് ക്രൈസിസ്. അതിനുള്ള ആസ്വാദകർ കുറയുന്നു. അതിന് മൾട്ടിപ്പിൾ റീസൺസ് ആണ്. കാരണം ഇന്ന് ഈ മൊബൈൽ ഫോണും കാര്യങ്ങളും വന്നതോടുകൂടി തന്നെ വേറൊരു സിനിമ കാണാൻ പോലും ആൾക്കാർ പോകുന്നില്ല. അപ്പോൾ പിന്നെ മറ്റേതിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. കാരണം വേറൊരു എൻ്റർടൈൻമെൻറ്റ് ആവശ്യമേ ഇല്ല കാരണം എൻ്റർടൈൻമെൻറ്റ് ഫോക്കസ്ഡ് ആയതുകൊണ്ടും കൂടിയാണത്. എൻ്റർടൈൻമെൻ്റ് മാത്രമല്ല ആ മറ്റ് ഫോംസിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. കാരണം ഞാൻ ഈയിടയ്ക്കൊരു കൂടിയാട്ടം പെർഫോമൻസ് കണ്ടിരുന്നു. ഒരു സൂരജ് എന്ന് പറയുന്ന ആക്ടറിൻ്റെ ഒരു പെർഫോമറാണ്. 2 പേരാണ് മിഴാവിലുള്ളത്. ഒരു ഡയലോഗ് പോലും ഇല്ല, കൊട്ടും അഭിനയവും മാത്രമേ ഉള്ളൂ. ഇത്രയും ഒരു ഫിനോമലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും ഒരു സിനിമ കണ്ടത്. എനിക്ക് ആട്ടം കാണുമ്പോൾ ഒന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഭയങ്കര പ്രൊഫൗണ്ടായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് ആ 1 മണിക്കൂറിനകത്ത് എനിക്കുണ്ടായത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ അവർ പെർഫോമൻസ് ആയിട്ട് ഞാൻ ഇദ്ദേഹത്തിനോട് സംസാരിക്കാനും ഇദ്ദേഹത്തിനോട് ഒരു ഫോട്ടോ എടുക്കാനും ആഗ്രഹിക്കുമ്പോൾ ഇവർ ആട്ടം കണ്ടിട്ടുണ്ട്, ഞാൻ അർഹിക്കുന്ന കൂടുതൽ മര്യാദ തന്നുകൊണ്ട് എന്നോട് സംസാരിക്കുകയും വരുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ അർഹിക്കാത്ത ഒരു കാര്യമാണ് എനിക്ക് കിട്ടുന്നത്.
എന്നേക്കാൾ എത്രയോ ഉയരത്തിലാണ്, അല്ലെങ്കിൽ ആസ് എൻ ആക്ടർ പോലും എന്തൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവരൊട്ടും തന്നെ ആഘോഷിക്കപ്പെടുന്നില്ല എന്നൊരു സങ്കടമുണ്ട്. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മറ്റ് സിനിമയിലുള്ളവരും ആഘോഷിക്കപ്പെടുന്ന പോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് മീഡിയ ആണെങ്കിലും എല്ലാവരും അവരെ കൂടെ ഒരു സ്പേസിലേക്ക് എലിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ, അവരെ സെലിബ്രേറ്റ് ചെയ്താൽ, ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും എത്ര വ്യൂവർഷിപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെ സെലിബ്രേറ്റ് ചെയ്താൽ ഈ ഫോംസ് എല്ലാം നിലനിൽക്കും എന്നുള്ളതാണ്.